എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമുക്ക് കാറ്റത്തെ കിളിക്കൂട്ടിലെ നിധിയുടെയും സുധീഷിൻ്റെയും നാളത്തെ നല്ലൊരു കഥ കേൾക്കാം. എല്ലാ ദിവസവും ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരും കേൾക്കണം. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. നികേഷിൻ്റെ അടുത്ത് സുഭാഷിൻ്റെ കല്യാണക്കാര്യം നിധിയും സുധീഷും എല്ലാവരും ചേർന്ന് പറയുന്നുണ്ട്. സുഭാഷിനെ പിരിയാൻ നികേഷിന് ഒട്ടും ആവത്തില്ല. വിവാഹം കഴിഞ്ഞാൽ വീട് മാറി താമസിക്കണമെന്നാണ് കവിതയുടെ വീട്ടുകാരുടെ ഡിമാൻഡ്. പക്ഷേ സുഭാഷിനൊരു നല്ല ജീവിതം കിട്ടണമെന്ന് കരുതി എല്ലാവരും അത് സമ്മതിക്കും. നികേഷിനാണ് കൂടുതൽ സങ്കടം. നികേഷിൻ്റെ അടുത്ത് നിധി പറയും, നികേഷെ ഒരുപാട് കല്യാണാലോചന വന്നു, എല്ലാം മുടങ്ങിപ്പോയി. സുനന്ദയായിട്ടുള്ള കല്യാണം പോലും അവസാന നിമിഷത്തിലാണ് മുടങ്ങിപ്പോയത്. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന നിങ്ങളുടെ ചേട്ടനാ. നമ്മുടെ സ്വാർത്ഥമായ ആഗ്രഹം കൊണ്ട് സുഭാഷ് ചേട്ടൻ്റെ വിവാഹം നടക്കാതിരിക്കരുത്. വിവാഹം കഴിയുന്നവരെ സുഭാഷ് ചേട്ടൻ അറിയരുത്. അവരിങ്ങനൊരു നിബന്ധന വെച്ച കാര്യം നമുക്കെന്തായാലും വീട്ടുകാർക്ക് വാക്ക് കൊടുക്കാം. കല്യാണം നടക്കട്ടെ, അതിനുശേഷം നമുക്ക് സമാധാനിപ്പിച്ച് കാര്യങ്ങൾ പറയാമെന്നൊക്കെ നികേഷിനോട് പറയുന്നു. നികേഷിന് പക്ഷേ ഒട്ടും അതൊന്നും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. സുഭാഷിനെ പിരിയാൻ നികേഷിനാവത്തുമില്ല. എങ്കിലും എല്ലാവരും നിർബന്ധത്തിന് വഴങ്ങി നികേഷ് പറയും, സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടക്കട്ടെ ഏട്ടത്തി, എനിക്ക് സങ്കടമൊന്നുമില്ലെന്ന് പറയും. അതിനുശേഷം സുധീഷും ഹരീഷും നിധിയും എല്ലാം കൂടി പറയും, നമ്മളിനി കവിതയുടെ വീട്ടിൽ സംസാരിക്കണ്ടേ, തീരുമാനം എന്തോന്ന് അവരെ അറിയിപ്പിക്കണമെന്ന് പറഞ്ഞല്ലോ എന്ന് പറയും. ഒരു കാര്യം ചെയ്യാം, അച്ഛനോടും കൂടി സംസാരിച്ചിട്ട് നമുക്ക് ഫൈനൽ ഡിസിഷൻ പറയാമെന്ന് പറയും. അങ്ങനെ നിധി വന്ന് ഭാസ്കരൻ വാതിൽക്കൽ ഇരിക്കും. ഭാസ്കരനോട് പറയും, അച്ഛാ സുഭാഷ് ചേട്ടന് ഒരു കല്യാണാലോചനയുടെ കാര്യം പറഞ്ഞില്ല. ബ്രോക്കർ ഇവിടെ വന്നെന്ന് പറഞ്ഞായിരുന്നല്ലോ. അത് മുമ്പ് സുഭാഷ് ചേട്ടൻ പോയി കണ്ട പെൺകുട്ടിയാണ് കവിത. എനിക്കറിയാം, ഞാനും കൂടി പോയിരുന്നു. കല്യാണ വീട്ടിൽ പോയി പരിപ്പോട ഉണ്ടാക്കാൻ പഠിപ്പിച്ച വിദ്വാനല്ലേ അവൻ എന്ന് പറഞ്ഞു. ആ പെൺകുട്ടി തന്നെ. ആ പെൺകുട്ടിയുടെ വീട്ടുകാർക്കൊരു കണ്ടീഷനുണ്ട്. എന്ത്? അത് വിവാഹത്തിന് ശേഷം സുഭാഷ് ചേട്ടൻ വീട് മാറി താമസിക്കണമെന്നാണ് പറയുന്നത്. അതാണോ? സുഭാഷ് ചേട്ടനോട് മുമ്പ് ആ കുട്ടി ഒരു തവണ കോഫി ഷോപ്പിൽ വെച്ച് അവർ തമ്മിൽ സംസാരിച്ചായിരുന്നു. അപ്പോഴും ആ കുട്ടി അത് തന്നെ പറഞ്ഞത്. സുഭാഷ് ചേട്ടന് ആ തീരുമാനത്തോട് യോജിക്കാൻ പറ്റാഞ്ഞുകൊണ്ട് അന്നത് നടക്കാതെ പോയത്. ഇപ്പോൾ ഞങ്ങളായിട്ട് അങ്ങ് തീരുമാനിക്കുക, സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടക്കണ്ടായോ? അതുകൊണ്ട് ആദ്യം കല്യാണം നടക്കട്ടെ, അതിനുശേഷം വീട് മാറ്റത്തെക്കുറിച്ച് നമുക്ക് സമാധാനത്തിൽ പറയാം. ഇപ്പം പറഞ്ഞാൽ സുഭാഷ് ചേട്ടൻ സമ്മതിക്കത്തില്ലെന്ന് പറയും. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും മാറി താമസിക്കും. ഇപ്പം സുധീഷിൻ്റെ കല്യാണം കഴിഞ്ഞു, ഇനി സുഭാഷിൻ്റെ കല്യാണം കഴിയും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഹരീഷും നികേഷും വിവാഹം കഴിക്കും. എല്ലാവരും വിവാഹം കഴിച്ച് മാറി താമസിക്കും. അപ്പോൾ എല്ലാവരും പോയാൽ അച്ഛനും ഒറ്റയ്ക്കാവത്തില്ലേ? ഞാനൊരു കല്യാണം കഴിക്കും. എനിക്കൊരു വലിയ പ്രായമൊന്നുമില്ലല്ലോ, ഞാനൊരു വിവാഹം കഴിക്കും. അപ്പോഴത്തേക്ക് നിധി ചോദിക്കും, അച്ഛൻ വേറെ കല്യാണം കഴിക്കാൻ എന്താ? ഞാൻ വല്ല കല്യാണം കഴിക്കുന്നതുകൊണ്ട് നിനക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോ? നിധി ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇനി കാര്യമായിട്ടാണോ തമാശയ്ക്കാണോ പറഞ്ഞതെന്ന് നിധിക്കും അറിയത്തില്ല. നിധിയും സുധീഷും കൂടി കവിതയുടെ വീട്ടിൽ ഫോൺ ചെയ്തിട്ട് പറയും, ഞങ്ങൾക്ക് ആലോചനയായിട്ട് മുമ്പോട്ട് പോകാൻ താല്പര്യമുണ്ട്, നിങ്ങളുടെ നിബന്ധനകളൊക്കെ ഞങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയും. അങ്ങനെ അവർ കല്യാണത്തിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ ചെയ്യും. അതിനുശേഷം സുഭാഷ് ജോലിയും കഴിഞ്ഞ് വീട്ടിലോട്ട് വരികയാണ്. സുഭാഷിനോട് ഈ കാര്യം പറയാൻ പറ്റത്തില്ലല്ലോ. കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇങ്ങനൊരു തീരുമാനം എടുത്ത കാര്യം പറയാൻ പറ്റത്തുള്ളൂ. ആ സമയത്ത് സുഭാഷിന് അത് അനുസരിക്കേണ്ടിയും വരും. സുഭാഷിൻ്റെ അടുത്ത് ഇങ്ങനെ സംസാരിക്കും. എന്ത് പറ്റി? അത് സുഭാഷ് ചേട്ടാ മുമ്പ് വന്ന കവിതയുടെ കല്യാണാലോചന ഒന്നും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടിക്ക് സുഭാഷ് ചേട്ടനെ തന്നെ മതിയെന്നാണ് പറയുന്നത്. സുഭാഷ് ചേട്ടൻ്റെ തീരുമാനം എന്താ? അത് ഞാൻ അന്നേ കുട്ടിയോട് പറഞ്ഞായിരുന്നല്ലോ, എനിക്ക് വീട് മാറി താമസിക്കാൻ പറ്റത്തില്ല. എനിക്കെൻ്റെ വീട്ടുകാരെ ഉപേക്ഷിച്ച് വേറെ വീടിൽ നിന്ന് മാറി താമസിക്കാൻ പറ്റത്തില്ല. ഇവിടെ താമസിക്കാമെന്നുണ്ടെങ്കിൽ നമുക്കത് ആലോചിക്കാം, അല്ലാതെ മാറ്റി ശരിയാവത്തില്ലെന്ന് പറയും. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. അവർക്കിപ്പോൾ അങ്ങനെയുള്ള നിബന്ധനയൊന്നുമില്ല. കല്യാണത്തിന് അവർക്ക് താല്പര്യമാണ്, നമുക്കത് പ്രൊസീഡ് ചെയ്യാമെന്ന് നിധി പറയും. അത് സുഭാഷ് ഒന്നും മിണ്ടത്തില്ല. താല്പര്യമുള്ള പട്ടി തന്നെയാണ്, മിണ്ടത്തില്ല. അതിനുശേഷം അടുക്കളയിൽ നിന്നിങ്ങനെ സുഭാഷ് പാചകം ചെയ്യുകയാണ്. ആ സമയത്ത് നിധി അടുക്കളയിലോട്ട് വരും. എന്താ സുഭാഷ് ചേട്ടാ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നത്? ഒന്നുമില്ല. അല്ല, ഞാൻ ആലോചിക്കുന്ന അതല്ല മോളെ, വീട് മാറിയാലേ കല്യാണം നടക്കത്തുള്ളൂ അന്ന് കവിതയുടെ വീട്ടുകാർ വന്ന് പറഞ്ഞത്. കവിതയുടെ അച്ഛൻ എന്നെ മാറ്റി നിർത്തി സംസാരിച്ചതും അങ്ങനെ തന്നെയാണ്. പക്ഷേ അന്ന് ഞാൻ പറഞ്ഞതാ, ഞാൻ അമ്മ മരിക്കുമ്പോൾ നികേഷ് തീരെ ചെറിയ കുട്ടിയാണ്. അന്ന് തൊട്ട് അവൻ്റെ അച്ഛനും അമ്മയും ആയതാണ് ഞാൻ. അവരെ ഒന്നും കാണാതെ ഒരു ദിവസം പോലും എനിക്ക് പറ്റത്തില്ല. എൻ്റെ സഹോദരങ്ങളെയും അച്ഛനെയും ഒന്നും കൂടപ്പിറപ്പുകളെയൊക്കെ മാറ്റി വേറൊരു വീട്ടിലാക്കിയിട്ട് എനിക്ക് വേറൊരു ജീവിതം തേടിപ്പോകാൻ കഴിയില്ല. എല്ലാവരും എന്നും സന്തോഷപൂർവ്വം ഒരു വീട്ടിൽ താമസിക്കണം എന്ന് തന്നെ എൻ്റെ ആഗ്രഹം എന്നൊക്കെ പറയും. നിധിക്ക് അങ്ങ് വിഷമം വരും. എന്നാലും പെട്ടെന്ന് എന്തായിരിക്കും അവർ ഈ ആലോചനയായിട്ട് മുന്നോട്ട് പോകാൻ പറഞ്ഞത്? നിധി പറയും, അവർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടായി കാണും സുഭാഷ് ചേട്ടാ എന്ന് പറയും. അപ്പോഴും നിധിക്കങ്ങ് വിഷമമാണ്. ദൈവമേ, ചതിയാണല്ലോ ചെയ്യുന്നത്. കള്ളം പറഞ്ഞാൽ സുഭാഷിൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത്. വിവാഹത്തിന് ശേഷം എങ്ങനെ അത് പറയും? എങ്കിലും കുഴപ്പമില്ല, നല്ലൊരു കാര്യത്തിന് വേണ്ടിയല്ലേ എന്നൊക്കെ നിധി ഇങ്ങനെ മനസ്സിലിങ്ങനെ പറയും. ആ സമയത്ത് നിധി വിഷമം കാരണം പുറത്ത് വന്നിങ്ങനെ ഇരിക്കും. അപ്പോഴത്തേക്ക് സുധീഷ്
കൊതു അടിക്കാതിരിക്കാൻ കുറച്ച് മരുന്നൊക്കെ കൊണ്ട് കൊടുക്കും. അത് ചോദിക്കും, എന്തു പറ്റി, കൊതുകുണ്ടോ? ആ, നല്ല കൊതുകുണ്ടെന്ന് പറയും. അങ്ങനെ പറയും, നമ്മൾ ചെയ്തത് ഒരു ചതിയല്ലേ സുധീഷേ? സുഭാഷ് ചേട്ടനോട് സത്യം പറയണോ? താൻ തന്നെയല്ലേ പറഞ്ഞ സത്യം പറഞ്ഞാൽ സുഭാഷ് ചേട്ടൻ കല്യാണത്തിൽ നിന്ന് പിന്മാറുമെന്ന്. അത് ശരിയാ, കുഴപ്പമില്ലേ, എന്തായാലും കല്യാണം കഴിയട്ടെ, കല്യാണത്തിന് ശേഷം നമുക്ക് സമാധാനപൂർവ്വം സുഭാഷ് ചേട്ടനോട് പറയാം എന്നൊക്കെ പറയും. അങ്ങനെ അവർ തമ്മിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. ഹോളിൽ ഇങ്ങനെ നികേഷ് വന്നിരിക്കുന്നുണ്ട്. നികേഷ് വന്നിരിക്കുമ്പോൾ നികേഷിന് ഭയങ്കര സങ്കടത്തോടെയുള്ള ഒരു മുഖം. സാധാരണ അങ്ങനെയല്ല, ഭയങ്കര ആക്റ്റീവായിട്ടിരിക്കുന്ന ആളാണ്. അപ്പോൾ സുഭാഷ് എന്ത് പറ്റി, നിൻ്റെ മുഖത്തിനൊരു തെളിച്ചമില്ലല്ലോ, നീ എന്താ കരഞ്ഞോ എന്നൊക്കെ ചോദിക്കും. ഒന്നുമില്ല സുഭാഷ് ചേട്ടാ, നീ എന്താ എന്നിൽ നിന്ന് വല്ല ഒളിക്കുന്നുണ്ടോ, എന്തുവാടാ? ഒന്നുമില്ല സുഭാഷ് ചേട്ടാ എന്നൊക്കെ പറയും. നികേഷിൻ്റെ മനസ്സ് മുഴുവൻ വിവാഹം കഴിഞ്ഞ സുഭാഷ് വീട് മാറി താമസിക്കുമെന്ന് തന്നെയാണ്. അതൊക്കെ ആലോചിക്കുമ്പോൾ നികേഷിന് കരച്ചിലും വരും. പക്ഷേ നിധി പറയുന്നത് കാരണം ഒന്നും പറയാനും പറ്റത്തില്ല. നികേഷ് വിഷമവും സങ്കടമൊക്കെ മനസ്സിൽ ഒതുക്കി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അവർ തമ്മിൽ സംസാരിച്ചൊരു നിൽക്കുന്നിടത്താണ് നമ്മുടെ നാളത്തെ കഥ അവസാനിക്കുന്നത്. അപ്പോൾ ഇനി സുഭാഷ് സത്യങ്ങൾ അറിയുമോ? കവിതയുടെ വീട്ടുകാർ വെച്ച ഡിമാൻഡ് വീട് മാറി താമസിക്കണമെന്ന് അറിയുമോ? അപ്പോൾ അതിനുശേഷം സുഭാഷ് എന്ത് തീരുമാനം എടുക്കുന്നു? അതൊക്കെയാണ് നമ്മളിനി വരും ദിവസങ്ങളിൽ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും കഥ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.